ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഏറ്റവും പുതിയൊരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റിസർവ് ബാങ്ക് അസിസ്റ്റന്റിനെ കുറിച്ചാണ്. അതായത് റിസർവ് ബാങ്ക് അസിസ്റ്റന്റ് 650 ഒഴിവിലേക്ക് ഇപ്പോൾ വിജ്ഞാപനം വിളിച്ചിട്ടുണ്ട്. അപ്പൊ റിസർവ് ബാങ്കിലേക്കാണ്, ആർ ബി ഐയിലേക്ക് 650 ഒഴിവിലേക്ക് വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ബിരുദമാണ്. അതായത് ഒരു ഡിഗ്രിയാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഇങ്ങനെയാണ്: ആർ ബി അസിസ്റ്റന്റ് 650 ഒഴിവിലേക്കാണ് ആകെ നമുക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമായിട്ട് 6 ഒഴിവുണ്ട്. ഓക്കെ, ഇതിന്റെ അവസാന തീയതി മാർച്ച് 8 വരെയാണ്. മാർച്ച് 8 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. യോഗ്യത എന്ന് പറയുന്നത് 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ്. യോഗ്യത 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ്. പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് അതായത് പാസ് മാർക്ക് മതി, അവർ ജയിച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. അതുപോലെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അറിഞ്ഞിരിക്കണം എന്നുമുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അറിയണം. പിന്നെ അപേക്ഷിക്കുന്ന സംസ്ഥാനം ഏതാണോ ആ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയണം. ഇപ്പൊ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് തമിഴിലോ കർണാടകത്തിലോ ഒക്കെ വേക്കൻസി കൂടുതലുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നെങ്കിൽ എന്താണ് അവിടുത്തെ ഭാഷ എന്താണ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം എന്നുകൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. ആർ ബി ഐ അസിസ്റ്റന്റ് 650 ഒഴിവാണ്. നല്ല രീതിയിലുള്ള വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രായം എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 20-നും 28-നും മധ്യേ ആണ്. ഓക്കെ, 20-നും 28-നും മധ്യയാണ് പ്രായം. 2026 ഫെബ്രുവരി വെച്ച് കണക്കാക്കിയിട്ടാണ്. 20-നും 28-നും മധ്യേ, 20-നും 28-നും മധ്യേ. ഒ ബി സിക്ക് 3 വർഷത്തെ ഇളവുണ്ട്. പട്ടികജാതി വിഭാഗത്തിനും 5-ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്കും ഇളവുണ്ട് എന്ന് മനസ്സിലാക്കുക. 2026 ഫെബ്രുവരി 1 അടിസ്ഥാനമാക്കിയാണ് യോഗ്യത കണക്കാക്കുന്നത്, നമ്മുടെ പ്രായം കണക്കാക്കുന്നത്. 2026 ഫെബ്രുവരി 1 അടിസ്ഥാനമാക്കിയാണ് യോഗ്യത, പ്രായം എന്നിവ കണക്കാക്കുന്നത്. ഓക്കെ, യോഗ്യത, പ്രായം എന്നിവ കണക്കാക്കുന്നത് 2026 ഫെബ്രുവരി 1 അടിസ്ഥാനമാക്കിയാണ്. 29,000 മുതൽ 78,640 വരെയാണ് സാലറി സ്കെയിൽ. 29,000 മുതൽ 78,640. ഓക്കെ, അതായത് 2 ഘട്ട എഴുത്ത് പരീക്ഷയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2 ഘട്ട എഴുത്ത് പരീക്ഷയിലൂടെയാണ്. ലാംഗ്വേജ് ഒഫിഷ്യൻസി ടെസ്റ്റ്, പ്രാദേശിക ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എഴുത്ത് പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് ഓൺലൈൻ മാതൃകയിലെ ചോദ്യങ്ങളാവും ഉണ്ടാവുക. ഏപ്രിൽ 11-നാണ് പ്രിലിമിനറി പരീക്ഷ. കണ്ണൂർ, കൊച്ചി, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏപ്രിൽ 11-നാണ് പ്രിലിമിനറി പരീക്ഷ. ലാംഗ്വേജ് ഒഫിഷ്യൻസി ടെസ്റ്റ്, പ്രാദേശിക ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് എന്താണ് പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രിലിമിനറി പാസ്സാകുന്നവർക്ക് ജൂൺ 7-നാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള മെയിൻ പരീക്ഷ നടക്കുന്നത്. ജൂൺ 7-ന് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള മെയിൻ പരീക്ഷ നടത്തും. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ജനറൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് 450 രൂപയാണ്. ജനറൽ ഒ ബി സി വിഭാഗത്തിന് 450 രൂപ. പട്ടിക വിഭാഗം, അംഗപരിമിതർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 50 രൂപ. ആർ ബി ഐ ജീവനക്കാർ ആരെങ്കിലും പരീക്ഷ എഴുതുന്നുണ്ട് അവർക്ക് ഫീസ് വേണ്ട എന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി www.rbi.org.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതാണ്. അപ്പൊ കൃത്യമായി മനസ്സിലാക്കുക, 650-ലേറെ വേക്കൻസിയുമായിട്ടാണ് ആർ ബി ഐ അസിസ്റ്റന്റ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. അതായത് റിസർവ് ബാങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ആകാൻ വേണ്ടി സാധിക്കും. അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി അപേക്ഷ കൊടുക്കുക.